കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. സമൂഹത്തോട് സംവദിക്കാൻ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് പല വിഷയങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം. സ്വയം ബുദ്ധിമാനെന്ന് വിശേഷിപ്പിക്കുന്ന മണ്ടനായ ഒരു അഖിൽ മഹാരാറിനെ കുറിച്ചിട്ടാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്. ആളുടെ അക്കൗണ്ട് കേരള പോലീസ് അടച്ചുപൂട്ടി. കേരള പോലീസിന്റെ വെല്ലുവിളി, ഇനി പോലീസ് അറസ്റ്റ് എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ നിങ്ങൾ അറിയണം. അഖിൽ മഹാരാറിന്റെ അക്കൗണ്ട് പൂട്ടി 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നീക്കം ചെയ്തത്. അതായത് മഹാരാറിന്റെ 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നീക്കം ചെയ്തത്. എന്റെ പൊന്നുമാരാറ, നിങ്ങൾക്കും അറിയാതെ തിരിച്ചു കിട്ടുമെന്ന്, എനിക്കും അറിയാതെ തിരിച്ചു കിട്ടുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പെടാക്കുന്നത്? ഒരു കാര്യമില്ല. ഇതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരാറിന് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. എന്തായാലും ഇലക്ഷനിൽ നിന്ന് തോക്കും. ഇലക്ഷനിൽ നിന്ന് തോറ്റ്, എല്ലാം കഴിഞ്ഞ് തോറ്റ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാമെന്നറിയാമോ? ആരൊക്കെയോ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഇലക്ഷനിൽ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ വാരി എറിഞ്ഞു. കേരള പോലീസ് വരെ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു, എന്നെ ഇലക്ഷനിൽ ജയിപ്പിക്കാതിരിക്കാൻ. എടോ, തന്നെ പോലെ ഒരു നിലപാടില്ലാത്തവനെ ആരെങ്കിലും വക വയ്ക്കുമോ? അതായത് ഞാൻ ചോദിക്കട്ടെ. അത് രമേഷ് പിഷാരടി അടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന തന്നെയൊക്കെ പോലെ നിലപാടില്ലാത്തവനെ ആരെങ്കിലും വക വയ്ക്കോടോ? തനിക്കൊക്കെ ഉളുപ്പില്ലേട്, തോക്കൂന്ന് ഉറപ്പായ സ്ഥിതിക്ക് പിന്നെ കിടന്ന് ഉരുളുക, വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് മെഴുകി ഉരുളുക. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇനി പിടിച്ച് നിൽക്കണ്ടേ? ഞാൻ തോറ്റതിന് കാരണം ഈ പറഞ്ഞ നാട്ടുകാരും ഈ പറഞ്ഞ പോലെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് പൈസ വാരി ഇറക്കിയെന്നും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് അടക്കം എന്റെ അക്കൗണ്ട് പൊട്ടിച്ചെന്നും. എന്തുവാടെ, ഒരു അക്കൗണ്ട് പൊട്ടി അടുത്ത അക്കൗണ്ട് തുടങ്ങണം? ഇൻസ്റ്റയില്ലേ, യൂട്യൂബില്ലേ, ഇതിലെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. പിന്നെ അതൊന്നും സംസാരിക്കാണ്ട് ഇവിടെ വന്നിടന്നു എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, എന്റെ ഇലക്ഷൻ, എന്റെ വോട്ട് എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉളുപ്പില്ലേ മാരാറേ? അപ്പപ്പാന്ന് വിളിക്കുന്ന തനിക്കൊക്കെ എന്നാടാ പണി വച്ചെടുക്കുക. എന്തായാലും ഇനി കുറച്ച് ദിവസം ഇതിന്റെ പേരിൽ പിടിക്കുക. ഏത് ഇലക്ഷന് തോക്കുന്നതിന്റെ റീസൺ? അതോ എല്ലാവരും കൂടി ചേർന്ന് എന്നെ തകർത്ത് കളഞ്ഞതാണെന്ന്. ഇങ്ങനെ തള്ളി മറിക്കാൻ തനിക്കേ പറ്റത്തുള്ളൂ. എന്തായാലും തന്റെ തള്ളു കേട്ട് തന്നെ ഞാനിപ്പോൾ ഒരു കോമഡി പീസായിട്ടാണ് കണ്ടിട്ടുള്ളത്. സീരിയസ്ലി പറയാലോ. ഒരു ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് നിലപാടൊക്കെ ഉണ്ട്, അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിരുന്നു. താൻ ഇപ്പൊ അല്ലേ എനിക്ക് തന്നെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നിലപാടുമില്ല, ഒരു നിലവാരവുമില്ല, ഒരു കാട്ടുമൊണ്ണയാണെന്ന് ഇപ്പൊ അല്ലേ മനസ്സിലായത്. ഒന്നും പറയാനില്ല. മരാറണ്ണ തുടങ്ങിക്കോ, പറ, എന്തേലുമൊക്കെ പറ. നമസ്കാരം, സുഖമല്ലേ? എന്തായാലും ഇലക്ഷൻ്റെ ചക്ക ചിഹ്നത്തിൽ ചക്ക വീണ് വളർന്നതുപോലെ പോയി പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു കാര്യത്തിലും വേറെ സംശയമൊന്നും വേണ്ട. പിന്നെ അഞ്ജലി ചേച്ചി, ചക്കയാണ് താമര, താമരയാണ് ചക്ക, ചക്ക വിരിഞ്ഞ താമര, താമര വിരിഞ്ഞ ചക്ക. ഇതായിരുന്നു അഞ്ജലി ചേച്ചി. നിങ്ങളുടെയൊക്കെ തലകളിലെല്ലാം ചാണകങ്ങൾ നിറയുമ്പോൾ ഇങ്ങനെ വാരി എറിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും കണ്ടിന്യൂ. കേരള പോലീസ് കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ കേരള പോലീസിന് നിങ്ങളുടെ അടുത്ത് നാറിയ പരിപാടി കാണിക്കില്ലല്ലേ പരിപാടി. എന്റെ പൊന്നെണ്ണ കിടന്ന് മെഴുകാതെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങുക, അതായിരിക്കും നല്ലത്. എന്നെ തീർക്കാൻ വേണ്ടി എന്റെ ഇലക്ഷൻ, എന്റെ വോട്ട്, എന്റെ കമ്മട്ടി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ കുമ്മട്ടി. ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് സമൂഹത്തോട് സംവദിക്കാൻ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് 15 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന എന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ്. നല്ലതാണ്. പോകുമ്പോ വിഷമം കാണും എന്റെ പൊന്നാണ്. എനിക്ക് 2 ലക്ഷത്തോളം 197 അങ്ങാണ്ട് ഫോളോവേഴ്സ് എനിക്കുണ്ട്. യൂട്യൂബിൽ 2 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇൻസ്റ്റയിൽ 10-20,000 മുകളിലുണ്ട്. ഇതെല്ലാം അടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കും വിഷമം കാണും. പക്ഷെ എന്ന് വെച്ചിട്ട് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്തതാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഞാൻ വോട്ട് തോക്കും എന്നുള്ള രീതിയിലോട്ട് അതിനെ വളച്ചു പിടിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമുക്ക് എല്ലാവർക്കും വിഷമമാണ്. 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് അടിച്ചു പോകുന്നു അപ്പോൾ ചില്ലറ കാര്യമില്ല. നല്ല വിഷമം കാണും. ഉള്ള കാര്യമാണ് 6 ലക്ഷം ഫോളോവേഴ്സ്. കഷ്ടപ്പാട് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളെ വായ്ത്താളം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും. പോയ സങ്കടത്തിൽ രണ്ടോന്നിരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തന്നെ. എന്റെ അക്കൗണ്ടല്ല അടിച്ചു, ഞാൻ ഇരുന്ന് കരഞ്ഞായിരുന്നു. സത്യം, ഞാൻ അടുത്ത വീഡിയോ ഇട്ട് ഏതെങ്കിലും ചാനലോടെ ഇട്ട് എന്നെ ഒന്ന് ഫോളോ കരഞ്ഞ് പിടിക്കാൻ ഉള്ള കാര്യം. ഇത് ചുമ്മാ ഒന്നിരുന്ന് മെഴുകുവാണ്. പോലീസുകാരെയും കുറ്റം പറഞ്ഞു എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോടെ. വിഷയങ്ങളുടെ സത്യാവസ്ഥകളും പല വിഷയങ്ങളും ഞാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ഫേസ്ബുക്ക് പേജിനെ ഈ പോലീസിനും സർക്കാരിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇത്രയേറെ ഭയമാണോ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ തീട്ടത്തിനെയൊക്കെ പേടിയോ? ആരെങ്കിലും പേടിയോ? എന്റെ പൊന്നുമാരെ, ഇന്ന് ഈ തള്ളൊന്ന് നിർത്ത്. നിങ്ങൾ ഈ തള്ളു മയത്തി തള്ളിയല്ലിതൊക്കെയാണ് വിഷയം. നിങ്ങളെ തള്ളു കേൾക്കുമ്പോഴാണ് എനിക്ക് വോട്ടും സഹിക്കാൻ പറ്റാത്ത ഉള്ള കാര്യം പറയാമല്ലോ. പോലീസിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്നെ പേടിയാണ്. പിന്നെ ഭയങ്കര പേടിയാണ്. പോടെ അണ്ണ, എന്ത് വന്നാലേ അണ്ണ നിങ്ങൾ ഇങ്ങനെ. അടിസ്ഥാനത്തിലാണ് എന്റെ പേജ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട്
ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്. അതെ അതെ, എന്തായാലും എടുത്ത് കളഞ്ഞെങ്കിൽ നല്ല തീരുമാനം എന്നേ പറയത്തുള്ളൂ. എന്തുവാ ഇത്രയും കുന്തളിപ്പ് അഹങ്കാരം കിടക്കുന്നതിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ പോയെങ്കിൽ വിഷമമുണ്ട് കേട്ടോ. പോണ്ട, അക്കൗണ്ട് പോകുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല, നിങ്ങളെ കളിച്ചോ. പക്ഷേ നിങ്ങളെ എല്ലാവരും പേടിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്ക് യോജിപ്പില്ലാത്ത. ഇത്രയും നിലപാടില്ലാത്ത നിങ്ങളെയൊക്കെ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ ലജ്ജിക്കൂ കേരളമേ. കൂടുതലൊന്നും പറയാനില്ല, സത്യമുള്ള കാര്യം പറയില്ല. അമ്മച്ചിയാണ് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. പുറത്ത് എന്റെ പേജ് അവൈലബിൾ ആകുമ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ജനത, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ജനത ഇത് അറിയരുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യങ്ങൾ അറിയരുത് എന്ന് ഭയപ്പെട്ട് അതായത് ഇന്ത്യക്ക് വെളിയിൽ കാണാൻ പറ്റും, അത് മറ്റേ നമ്മുടെ കൺട്രി ബേസിൽ ബാൻ ആയിട്ടുള്ളതാണ്. അത് തിരിച്ചു കിട്ടും, തിരിച്ചെടുക്കാനൊക്കെ പറ്റും. ചീള് കേസാണ്, അത് നമുക്കും അറിയാം, മാരാറിനും അറിയാം. പിന്നെ ഇതിപ്പോ ഒരു എടുത്ത് വെച്ച് അടിച്ച് വലിയ സംഭവം സംസാരിക്കുന്ന വായ്ത്താളം അടിക്കുന്നതിന്റെ റീസൺ എന്തായാലും ഇലക്ഷൻ തോക്കുമെന്ന് അറിയാം. അപ്പൊ എന്നെ പേടിച്ചിട്ട് എല്ലാവരും കൂടി എന്നെ തോപ്പിച്ചാണെന്ന് പറയാമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇതാര് എന്തെങ്കിലും അപരാധം കാട്ടപരാധം വിളിച്ചു പറഞ്ഞാണ് അതിൻ്റെ അകത്ത്. രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും സാധനം വിളിച്ചു പറഞ്ഞാണ്. രാജ്യത്തിനെതിരെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ബാൻ ചെയ്യും. കാരണം ഇങ്ങനെ പണ്ടൊരിക്കാൻ മറ്റേ നമ്മുടെ രാജ്യത്തിൽ നിന്നും കൊണ്ട് തന്നെ ആയുധത്തിന്റെ കേസിൽ കുറെ വിളിച്ചു പറഞ്ഞ അവസാനം കോടതി ഇറങ്ങേണ്ട സിറ്റുവേഷൻ വന്നു. പിന്നെ വേറൊരു മുട്ട തലയുണ്ട്, ഒരു ചേട്ടൻ, അങ്ങേരതും ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ രാജ്യത്തിനെതിരെ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവര് നിങ്ങളെ പിടിച്ചിട്ട് പൂജിക്കൂല. മനസ്സിലായോ? എന്തെങ്കിലും വായ്ത്താളം വെടുവായും വിളിച്ച് പറഞ്ഞാണ്, അതുകൊണ്ടായിരിക്കും പൂട്ടിച്ച് കൈത്തന്ന് അടിച്ച് അണ്ണാക്കി തന്നത്. എന്നിട്ട് കണവണാണ് പോലീസുകാരും രാഷ്ട്രീയക്കാരും എന്നെ പേടിക്കുന്നു. എന്നെ അവരെല്ലാരും കൂടെ ഒരുമിച്ച് തോപ്പിച്ചതാണ് സുഹൃത്തുക്കളെ എന്ന് പറയാമല്ലോ. തള്ളു വ്യാവാതി ഇലക്ഷനെ തോറ്റിട്ട് വന്നിട്ട് തള്ളു. എനിക്ക് എപ്പോഴാണ് ബാക്കി പറയാനുള്ളത്? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങളുടെ അവസ്ഥകളിലെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി എനിക്കെല്ലാം അറിയാം. ഞാൻ ആരായിട്ടാ, എനിക്കെല്ലാം അറിയാം. എനിക്ക് ഇന്റർനെറ്റ് ബ്ലൂ എന്തോടല്ല എല്ലാം എനിക്കറിയാം. നോമെല്ലാം അറിയുന്നവനാണ്. ഈ തള്ളും നിർത്തി വായ്ത്താളം നിർത്തിടെ ചക്ക മാരാറേ ഒന്ന് നിർത്ത്, മതിയാക്ക്. ഞാൻ പറയുന്നത് പോലീസിന് ഭയം വരാനുള്ള കാരണം തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. പോലീസിന് ഭയം വരാൻ വേണ്ടിയിട്ട് തൃക്കാക്കരയിൽ എന്തുവാണെന്ന് നടക്കുന്നതെന്ന് അറിയാമെന്നാണ് മാരാറെണ്ണം പറയുന്നത്. എന്റെ പൊന്നെണ്ണ നിലപാടില്ല. ഞാൻ വേറൊന്നും തന്തയ്ക്കൊന്നും വിളിക്കത്തില്ല, പക്ഷെ തന്തയെല്ലാമേ വിളിച്ച് പറയരുത് കേട്ടോ. ഉള്ള കാര്യം പറയും. അതൊരു വൃത്തിയോടാണ് വിളിച്ച് പറയുന്നത്. നിങ്ങൾ എന്തുവാ ഇത്? നിലപാടില്ല. ഒരിക്കൽ പറഞ്ഞതിൽ അപ്പം പറയുന്ന ലുലു മോളിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ പോണേനേക്കാൾ. എന്നിട്ട് ബിഗ് ബോസിൽ തന്നെ പോയിരുന്നു. എന്നിട്ട് BJP പോണേനേക്കാളും ഞാൻ മറ്റേ മലത്തിക്കളയെന്ന് പറഞ്ഞു. എന്നിട്ട് BJP തന്നെ പോയിരുന്നു. ഇങ്ങനെ നിലപാടില്ലാത്ത ഒരുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയാണല്ലോ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. എടേ എന്തോടെ പറയടേ. ഞാൻ കേരള പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പോകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്റെ ഫേസ്ബുക്കിന്റെ കംപ്ലീറ്റ് പേജും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്. രാജ്യത്തെ ഒരു പൗരന് അവന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിയോജിപ്പിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിലപാടില്ലാതെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. കാരണം അപ്പോഴപ്പോഴാണ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. തന്നെയൊക്കെ പോലുള്ളവന്മാരെ ബാൻ ചെയ്തതിൽ ഒരേ അതിജീവവും ഇല്ല. സത്യമുള്ള കാര്യം പറയാം. രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. എന്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നിയമപരമായി പോകുന്നതിന് പകരം ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് കളഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ്. നീ ഒരു പൊതുശല്യമായി മാറി, അതുകൊണ്ടാണ് അമ്മ എടുത്ത് കളഞ്ഞത്. അത് വേറെ കേസ്, അത് വിട്. ഇനി എന്നെ പേടിച്ചിട്ടാണ്. പേടിക്കാൻ നീ ആരുടെ? അമ്മ കൈ പോയി ചാടിക്കൂടെ പിടിച്ച് ഇടിച്ച് പത വരുത്തി എടുത്തിട്ട് പോലീസുകാരന്മാര്. പേടിക്കാൻ പറ്റിയ മുതല്, ഇങ്ങനെ ഒരു മുതൽ. എനിക്കൊന്നും പറയാനില്ല മാരാർജി. നിങ്ങൾ ഒരു പൊതുശല്യമായി മാറുകയാണ്. ഇതാരെങ്കിലും വോട്ട് കൊടുത്തിട്ടുണ്ടോ? നാണക്കേട് തന്നെ. ഇവനൊക്കെ എങ്ങാണ്ട് ജയിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയോട് ഞാൻ ആലോചിക്കുന്ന ആ ഒരു മണ്ഡലം തന്നെ എടുത്ത് മലത്തി വെക്കി. നിലപാടില്ലാതെ മലത്തി വെച്ചാളായി. നിനക്കൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ മാസ് എന്തേടാ നിനക്കൊക്കെ എന്നെ ഇങ്ങനെ ഭയപ്പെടാൻ മാത്രമേ ഉള്ളൂ. ഭയപ്പെടാൻ പറ്റിയ ജാതനം. അയ്യേ, ഞാൻ പോലും ഭയപ്പെടുന്നില്ല, പിന്നെയാണ് കേരള പോലീസ്. അയ്യോ കഷ്ടം. നീയൊക്കെ എത്ര കാലം ജീവിക്കും? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ സൈബർ അടിമകളെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആക്രമിച്ചു. അപ്പം നിങ്ങൾക്കെതിരെ പറയുന്നവരും നിങ്ങൾക്കെതിരെ കമന്റ് ഇടുന്നവരെല്ലാം സൈബർ ആക്രമിക്കുന്ന ആക്രമികൾ എന്നാണ് പറയുന്നത്. എന്റെ പൊന്നെണ്ണ, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും വിവരം പൊക്കണമില്ലെന്ന് വെച്ച് നാട്ടുകാർക്ക് അങ്ങനെയല്ല. നാട്ടുകാർക്ക് നല്ല തിരിച്ചറിവുണ്ട് കേട്ടോ. ഉള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇത്രയും മൊണ്ണയായിപ്പോയതിൽ നാട്ടുകാരെന്ത് പഴിച്ചു? നാട്ടുകാരെ കുറ്റം പറയരുത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ആത്മാർത്ഥമായി
ഭാഗമായി തന്നെ ഞാൻ മുന്നോട്ട് പ്രവർത്തിച്ചു. എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി തൃക്കാക്കരയിലെ ജനത എന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ പിന്നെ തൃക്കാക്കരയിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം. അവിടെ ഉള്ള നാട്ടുകാർ അത്രയും പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളൊക്കെ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി നിങ്ങൾക്ക് വോട്ടിട്ട് ഓരോ ജനതയും പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. നിനക്ക് കാര്യം വോട്ടിടുകൂടെ? ഇനി വേറെ തള്ളു വെക്കാം. ശ്രമിച്ചുകൊണ്ട് ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചെയ്ത നാറിയ പരിപാടി. അതെ, നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്ത നാറിയ പരിപാടി. നിലപാടില്ലാതെ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിച്ചും കൊണ്ട് പലവണവണവണെന്ന് പറയുന്നത് തനിക്കൊക്കെ നിലപാടോ? താനൊക്കെ പറയുന്നത് കേട്ടും കൊണ്ട് കൈയടിക്കാൻ ആൾക്കാരോ? എന്തോന്നടേ ഇത് മല്ലയ്യ? ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതറ്റം വരെയും ഞാൻ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു കാര്യം ചെയ്യും. അങ്ങറ്റത്ത് പോയി നില്ലേ, അതായിരിക്കും നല്ലത്. ഏതറ്റം വരെ എന്നല്ല, അങ്ങറ്റത്ത് തന്നെ പോയി നിന്നേക്ക്. ഒന്നും പറയാനില്ല. തള്ളു. എടേ, ഈ പേജൊക്കെ ഏതുവരെ പോകുന്നത് നമുക്കും അറിയാം ഏതുവരെയൊക്കെ എത്തുമെന്ന്. ചുമ്മാ അങ്ങ് തള്ളി അങ്ങ് മറിക്കുക. കേരള പോലീസെല്ലാം മേടിച്ചിട്ട് കണങ്ങണം ചക്ക മരാറേ. സംശയം വേണ്ട. എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാൽ ധാരാളമാണ്. പക്ഷേ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ഏതറ്റം വരെയുള്ള നിയമ നടപടിക്ക് ഞാൻ പോകും. എന്ന അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ എന്റെ പേജ് റിമൂവ് ചെയ്യിക്കാൻ കേരള പോലീസ് ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ എന്തായാലും അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബാക്കി എല്ലാവർക്കും സ്നേഹം. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തോൽക്കില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലാണ് വോട്ടിന്. ഇവന് തലയ്ക്ക് വെളിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സമയത്ത് വിളിച്ചു പറഞ്ഞ് ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാമെന്ന്. ഇലക്ഷൻ നിൽക്കുന്നതും ബിഗ് ബോസുമായിട്ടാണ് അവൻ കമ്പയർ ചെയ്യുന്നത്. ഇവനെ പോലെ ഉള്ളവന്മാരെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാനാ? എടാ, നമുക്ക് അത്യാവശ്യം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം അവൻ എന്തെങ്കിലും ഒരു ബോധം പൊക്കണം വേണം, എങ്കിലും അവന് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇത് ഒരു ബോധം വിവരം പൊക്കണമില്ലാത്തമാര് നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അത് നിങ്ങളൊന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളു മാരാറ്. ചൈൽഡിഷ് ആയിരുന്നുണ്ട് താങ്കൾ. കേരള പോലീസ് നിങ്ങൾ അനുഭവിക്കും ഈ സെറ്റപ്പാ. അളിയ ഒരു മാസം എന്നെ തൃക്കാക്കരയിലെ ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് അറിയാം ആ തീരുമാനമെടുക്കാൻ. ആ തീരുമാനത്തിന്റെ ഫലം മെയ് 4-ാം തീയതി സംഭവിക്കും. എന്തായാലും ഞാൻ അതെ ദൈവമേ, ഇനി ഇവനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തൃക്കാക്കരയിലെ ആൾക്കാർ അത്രയേ ഉള്ളൂ എന്ന് ഞാനങ്ങ് മനസ്സിലാക്കും. എന്നാലും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് നല്ലതാണ്. പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും കൊള്ളാം, നന്നായിട്ട് നടക്കട്ടെ. ഈ തള്ളക്ക് അന്നും കണ്ടാൽ മതി. ഇനി ഇവനൊക്കെ ജയിച്ചാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ജയിക്കൂടെ? എങ്കിൽ അത്രേ ഉള്ളൂ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പൊതുസമൂഹം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നെറുകേട് കാണിച്ച കേരള പോലീസിലെ സൈബർ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവന്മാരോടും സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കും. താങ്ക് യു. ഓക്കെ, സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടാണ് തള്ളൽ വീരൻ എത്തിയിരിക്കുന്നത്. ഇത് വേറൊരു കോമഡി ഉണ്ട്. മാരാർ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് അണ്ണ എന്നെ വിഷയം എന്നെ വിഷയം ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി വിഷയം വാങ്ങിച്ചിട്ട് ഇപ്പുറത്ത് ഫേസ്ബുക്കിൽ കൊണ്ടിട്ട് മാസ് കാണിച്ച മോഹന്മാരാണ്. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാനാ? എല്ലാം മാരാർമയം. ഇന്ത്യ മഹാരാജ്യത്ത്, അതായത് കുറച്ച് മുന്നേ ഉള്ള തള്ളൊന്ന് കേൾക്കാം. പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. അതെ നമ്മൾ പ്രാദേശിക വിഷയങ്ങളൊക്കെ എല്ലായിടത്തും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടാക്കി. പള്ളി പൊളിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്നൊക്കെ സംഘടനയുടെ വലിപ്പം വെച്ച് ഇറങ്ങി അത്രയും സംഘടനാ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് നിങ്ങൾ അങ്ങനെയാണല്ലോ ആക്ഷേപിക്കുന്നത് ഇവരെയൊക്കെ. അത് ഞാൻ പറഞ്ഞ ഒരാളുടെ ലക്ഷ്യം അതാണെങ്കിൽ ചെയ്യില്ലേ? കേരളത്തിൽ അണ്ണൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും, നമ്മളത് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മളെല്ലാം പൊളിച്ചെടുക്കാനുള്ള ശക്തിയും ശേഷിയും നമുക്കുണ്ട്. പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇത്രയും ഭയങ്കര സ്നേഹം നിങ്ങളുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, വേറെ പലയിടത്തും കാണിച്ചു കൂട്ടുന്നത് കണ്ടും കൊണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചുമ്മാ എന്തിന് പാർട്ടിയെ വലിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കാരണം. അതായത് മാരാണയൊക്കെ പോലെയുള്ള ചാണകങ്ങൾ കാരണം ഒരു പാർട്ടിക്കും കൂടി നാണക്കേട് വരുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പാവം മാത്രമേ തോന്നുള്ളൂ. ബിജെപിക്ക് വർഗീയത പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണെന്ന് സാബു ജേക്കബിന്റെയും 2020 ആവശ്യം ബിജെപിക്ക്? അവരെ കൂടെ കൂട്ടുന്നത് വർഗീയത പ്രചരിപ്പിക്കാനാണ്. വർഗീയത പ്രചരിപ്പിക്കാനൊന്നും പറയില്ല. പക്ഷെ കുറെ മൊണ്ണകളെയും പൊട്ടന്മാരെയും പിടിച്ചു നിർത്തിയിട്ട് മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് കേട്ടോ. അതിന്റെ റീസൺ വേറൊന്നുമില്ല. ഒരു നിലപാടില്ലാത്ത ആൾക്കാരെ എവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2020 ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപൊക്കെ അഭിനയിച്ചൊരു സിനിമ 2020 ഉണ്ട്. ആ 2020 ആണെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ നിങ്ങളൊക്കെ കയറി നിന്ന് ഈ പറയുന്ന ഇലക്ഷന് നിൽക്കുന്ന 2020 എന്ത് മണ്ണത്തനാണോ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ മുണ്ണകളെ മാത്രം ചൂസ് ചെയ്തതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എങ്ങനെ പറ്റി ഇത്? കൊള്ളാം.
കൂട്ടിയപ്പോൾ മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റം വരുന്നത്. ഇതിന് മുമ്പാണെങ്കിലും ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ബിജെപിയുടെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെ? ബിജെപിയുടെ ഒപ്പം ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അപ്പോഴും ആ നിലകൊള്ളുമ്പോ തന്നെയായിരുന്നു മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു വർഗീയ പാർട്ടിയാണ്. അല്ലാതെ പെട്ടെന്നൊരു 20 എടേ റോഷ, ഈ മാരാൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വേറെ യൂണിവേഴ്സ് അത്. ഈ അലിൻ ജോസ് പെരേരയുടെ കൂട്ടത്തിൽ കയറ്റിവിടേണ്ട സമയമായി കഴിഞ്ഞ് അതിക്രമിച്ചു. ആ യൂണിവേഴ്സിലോട്ട് കയറ്റിവിടണം. അതിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിലപാടെന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ അന്ന് അങ്ങനെ ഇങ്ങനെ എന്റെ പൊന്നടാ എന്തോന്നടേ ഇത്. സത്യം പറയാലോ, പുച്ഛം അമ്മാതിരി പുച്ഛം. ഞാൻ പറഞ്ഞ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവർ മുന്നോട്ട് വെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദുത്വ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് അവർക്കുള്ളത്. BJP മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഡെവലപ്മെന്റ്സിനെക്കാട്ടിയും കൂടുതലും പല സമയത്തും തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഞാനത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പക്ഷെ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ. അത് ശരിയാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടുകാർ ജയിപ്പിച്ചു. പിന്നെ മനസ്സിലായി മൂഞ്ചിയെന്ന്. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരി. ഒരു മേധാവിത്വം, ഒരു തമ്പുരാൻ സെറ്റപ്പാണ് ഗോപിയേട്ടൻ. അത് പിന്നെ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ആകെ മൊത്തം മൂഞ്ചിയിരിക്കുകയായിരുന്നു നാട്ടുകാർ. ഇനി ശരിയായാലേ ഉള്ളൂ. വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതുകൊണ്ടാണ് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ജനത്തിന് ഏതോ ഒരു പോയിന്റിൽ തോന്നിയത് കൊണ്ടാണ്. അത് തോന്നൽ മാത്രമായിരുന്നു. അതെ, സത്യം. ഏതോ ഒരു പോയിന്റില് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് ജനങ്ങൾക്ക് തോന്നി. അത് പിന്നെ മനസ്സിലായി അത് വെറും തോന്നൽ മാത്രമായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ വേണം ചിന്തിക്കാൻ. അങ്ങനെ മാത്രം ചിന്തിക്കണം. കേട്ടല്ലോ. കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പിടികിട്ടിയില്ലെങ്കിൽ പിടി കിട്ടണ്ട. ഈ കിട്ടിയതൊക്കെ മതി. എന്തായാലും മാരാറിനെ പോലെ ഒരു മോനേഷ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചിരുന്ന് വായ്ത്താളം അടിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല. ഇങ്ങനെ ഒരു കാട്ടുമണ്ണ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയ വീഡിയോ ഇടണം. ബൈ.